ഞങ്ങളുടെ മുമ്പിൽ വെളിച്ചമായും ഞങ്ങളുടെ പാതകൾക്ക് പ്രകാശമായും തീർന്ന ആശയറ്റ ജീവിതത്തിന് ആശയും ധൈര്യവും മുൻപോട്ട് പോകാനുള്ള ഊർജവും തന്ന് ഞങ്ങളിൽ അടിഞ്ഞുകൂടിയിരുന്ന പാപ സ്വഭാവങ്ങൾ, തെറ്റായ ജീവിത രീതികളും തെറ്റായ ജീവിതചര്യകളുമൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റി പുതു മനുഷ്യരാക്കി തീർത്ത ഒരു മഹത് സന്ദേശത്തെക്കുറിച്ചും കൂടെ നിങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥലത്തായിരിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഒരു പ്രാവശ്യം കൂടെ അഭിവാദ്യം ചെയ്യുകയും അല്പസമയം ഏതാനും ചില മിനിറ്റുകൾ നിങ്ങളായിരിക്കുന്ന ഇടത്തും ചെയ്യുന്ന ജോലികളോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഞങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി ഒന്ന് ഏകാഗ്രമാക്കണമെന്നും ശ്രദ്ധാപൂർവം ഞങ്ങളുടെ വാക്കുകളെ ഒന്ന് ശ്രവിക്കണമെന്നും ഞങ്ങൾ വളരെ താഴ്മയോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ വാർത്തകൾ ഭയാശങ്കകൾ ഉളവാക്കുന്നതാണെന്ന് നമുക്കറിയാം. രാഷ്ട്രീയമായ വാർത്തകളും ഒട്ടും ആശാവഹമായതല്ല എന്നത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അപ്പോൾ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആളുകൾ നേരിടുന്ന ആ സമ്മർദ്ദം, അതിന്റെ കാഠിന്യം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം വലുതാണ്. ഒരു വലിയ സമൂഹത്തെ വിളിച്ചുകൂട്ടി നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ നിർത്തി നമ്മുടെ തനി ഭാരതീയ ശൈലിയിൽ പറഞ്ഞാൽ അഗ്നിസാക്ഷിയായി വലങ്കരം പിടിച്ചു ചേർത്ത ഭാര്യ, പെൺകുട്ടി ജനങ്ങളുടെ മുമ്പാകെ ഉടമ്പടി ചെയ്ത് ഇവളെ ജീവിതകാലം മുഴുവൻ ഞാൻ ഭാര്യയായി സ്വീകരിക്കുന്നുവെന്നും ഈ യുവാവിൻ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭർത്താവായിരിക്കുമെന്നും ഉടമ്പടി ചെയ്ത് സ്വീകരിക്കുന്ന ഭാര്യയും ഭർത്താവും ഏതാനും ചില നാളുകൾക്ക് ശേഷം അഭിപ്രായ ഭിന്നതയുണ്ടായി തമ്മിൽ കലഹമായി ഒത്തുപോകാനാവാതെ അവർ വിവാഹബന്ധം വേർപെടുത്തുമ്പം മുറിഞ്ഞു പോകുന്ന എത്ര ഹൃദയങ്ങളാണ് എന്നത് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. 2-3 കുഞ്ഞുങ്ങള് അത്യാവശ്യം കാര്യപ്രാപ്തിയായി കഴിയുമ്പോഴോ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴൊക്കെ അവരുടെ അപ്പനും അമ്മയും രണ്ടായി വേർപിരിഞ്ഞു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ആകാശം ഇരുണ്ടു പോവുകയും അവരുടെ ജീവിതം ഇരുളടഞ്ഞതാകുകയും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നാളെ അവർ വളർന്നു വലുതാകുമ്പം വികലമായ ചിന്തകളും വികൃതമായ മനോഭാവമുള്ളവരായി സമൂഹത്തിന് അവരുടെ പേടി സ്വപ്നമായി മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിന് അവരുടെ ബാധ്യതയായി തീരുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ സമൂഹത്തിൽ അവർ കൊള്ളരുതാത്തവരായി മാറുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? ആ വിവാഹബന്ധം വേർപിരിഞ്ഞ് തന്നിഷ്ടത്തിന് മാറിപ്പോയ ആ മാതാപിതാക്കൾ അതിന്റെ ഒരു പങ്കല്ലേ? അവരെ തമ്മിൽ യോജിപ്പിച്ച് ജന്മിനിൽ കൊണ്ടുപോകാൻ ഉത്സാഹിക്കാതിരുന്ന അവരുടെ മാതാപിതാക്കൾ അതിന്റെ ഒരു പങ്കല്ലേ? അവരെ വേർപിരിക്കാൻ ഉത്സാഹിച്ച് സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ളവരും അതിന് ഉത്തരവാദികളല്ലേ? ഞാൻ പറഞ്ഞത് ഒരു കുടുംബം ഒന്ന് വേർപിരിയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം വലിയ നിലയിൽ നാളെ സമൂഹത്തിന് തന്നെ നേരിടുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയുള്ളതാണ്? അവരഭിമുഖീകരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ, സന്തോഷിക്കേണ്ട, ആനന്ദിക്കേണ്ട കുട്ടികളുടെ ബാലാവകാശത്തെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹം ഉറക്കെ സംസാരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ അപ്പനും അമ്മയും പിരിഞ്ഞു പോകുന്നവർക്ക് എന്ത് ബാലാവകാശമാണ് ലഭിക്കുന്നത്? ആ കുഞ്ഞുങ്ങൾ നാളെ സമൂഹത്തിൽ എന്ത് നന്മയാണ് അവർക്ക് ചെയ്യാൻ കഴിയുക? അവരുടെ മുറിഞ്ഞ ഹൃദയം ആരാണ് ചേർത്ത് കെട്ടുക? ഇരുളടഞ്ഞു പോകുന്നവരുടെ ഭാവിയെ ആരാണ് പ്രകാശപൂരിതമാക്കുന്നത്? അത് ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ആ ബന്ധത്തിന്റെ തകർച്ച എത്രയോ ആളുകളുടെ ഹൃദയങ്ങളെയാണ് കീറി മുറിക്കുന്നത്. സമൂഹത്തിന്റെ തിന്മകൾ വളരെ വലുതാണ്. സാമൂഹിക തിന്മ എന്ന് പറയുമ്പോൾ അത് കേവലം മദ്യപാനമോ മയക്കുമരുന്നോ മാത്രമല്ല, അത് ഒട്ടും വില കുറച്ച് കാണേണ്ട, അത് ഏറ്റവും സാരവത്തായ ഏറ്റവും ഗൗരവതരമായ തിന്മയാണ്. അതിഭയാനകമായ ഭവിഷ്യത്തുളവാക്കുന്നതാണ്. അതുപോലെ തന്നെ ഗൗരവതരമായതാണ് ഇത്. ഒരു വീട്ടിൽ ഒരു വ്യക്തി അപ്പനോ അമ്മയോ അല്ലെങ്കിൽ മകനോ മകളോ ആത്മഹത്യ ചെയ്യുന്നതോടെ ആ കുടുംബം ഇരുളിന്റെ ആഴങ്ങളിലേക്ക് കണ്ടുപോവുകയാണ് എന്ന യാഥാർത്ഥ്യം ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടോ? ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ സന്ദർശിച്ചാൽ നമുക്കറിയാം അതിന്റെ വേദന എത്ര ഭയാനകമാണെന്ന്. ഹൃദയത്തെ ചൂഴ്ന്നെടുത്ത് കളയുന്ന, ഹൃദയം മുറിച്ചു കളയുന്നത് പോലെ വേദനയാണ് അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ നേരിടുന്നത്. മാത്രമല്ല പിന്നീട് അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആത്മഹത്യ ചെയ്ത കുടുംബം എന്ന പേരിൽ അവർ അറിയപ്പെടുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ എല്ലാ നാളും ആ നിഴല്, ആ മരണത്തിന്റെ നിഴല്, ആ വേദനാജനകമായ ഓർമ്മ ഒരിക്കലും അവർ വിട്ടുപിരിയാതെ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും പല നിലകളിൽ. അതും വലിയ പ്രത്യാഘാതം
ഭാരമാണ്. ആത്മഹത്യ ഒരു വലിയ വിപത്താണ് സമൂഹം നേരിടുന്ന. അങ്ങനെ നൂറ് പ്രശ്നങ്ങൾ. കൊലപാതകങ്ങൾ നോക്കൂ. ഒരു വീട്ടിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തെ കൊലപാതകിയുടെ കുടുംബം എന്നല്ലേ അറിയുന്നത്. കൊല ചെയ്തവന്റെ ജീവിതം താറുമാറായി പോയി, അത് വാസ്തവമാണ്. അവന് പ്രത്യാശയില്ല എന്നും കൊലപാതകി. പക്ഷേ അവന്റെ ബന്ധുമിത്രാദികൾ, അവന്റെ മക്കൾ, അവന്റെ ഭാര്യ എന്ത് തെറ്റാ ചെയ്തത്? പക്ഷേ അവരെല്ലാം പിന്നീട് ഈ പേരിലല്ലേ അറിയപ്പെടുന്നത്. നാട്ടിൽ അവരെന്നും തലകുനിച്ച് അപമാനിതരായി ഹൃദയവേദയോടെ ആത്മസംഘർഷങ്ങളോടുകൂടെ അവർ ജീവിക്കേണ്ടി വരുന്ന ആ ദയനീയ സ്ഥിതി. എല്ലാ തിന്മകളും സമൂഹത്തിന്റെ പുഴുക്കുത്തു തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് ഇതുപോലെയുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ സദാ ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തെയും ചിന്തകളെയും വ്യത്യാസപ്പെടുത്തി അതിന് ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. ചില സമയത്ത് അതിക്രമങ്ങളും അക്രമങ്ങളും നടക്കുന്നത് പെട്ടെന്നുള്ള ഒരു കോപത്തിന്റെ ഫലമായിട്ടാണ്. ക്ഷണനേരത്തിലുള്ള കോപത്തിന്റെ ഫലമായി ആളുകൾ ഈ തിന്മ പ്രവർത്തിക്കുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ മയക്കുമരുന്നോ മദ്യമോ പോലെയുള്ള പ്രശ്നങ്ങളിൽ അത് ഉണ്ടാകുന്നു. ഞങ്ങളുടെ അടുത്ത് ഒരു പുഴയിൽ വീണ ഒരു യുവാവ് മരിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ആ പുഴയുടെ കരയിൽ അവരെ 3-4 പേര് മദ്യസേവ നടത്തുകയായിരുന്നു. ഒരു സായാഹ്നത്തില് ആളൊന്നും അധികമില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ കുളിക്കാൻ ഇറങ്ങിയത്. നീന്തറിയത്തില്ല. ആളുകൾ പറഞ്ഞു, കൂടെയുള്ളവരാ എല്ലാവരുടെയും നാക്കൊക്കെ കുളഞ്ഞു തുടങ്ങിയിരുന്നു. ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് അതിന്റെ തീരത്ത് നിന്ന് അവൻ ആഴത്തിലേക്ക് വീണു, മുങ്ങിച്ചാകുക. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ നീന്തറിയാവുന്നവരായിരുന്നു. ആരും അവനെ രക്ഷിക്കാനായിട്ട് എടുത്ത് ചാടിയില്ല. ഏതായാലും എന്റെ ബഹളം കേട്ട് ഓടി വന്ന് ആരൊക്കെ പിടിച്ച് പൊക്കി കൊണ്ടുപോയപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. ആശുപത്രിയിലെത്തി. ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു, സാറേ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നീന്തറിയുന്നവരാ, അവരാരും എന്താണ് ഇറങ്ങി രക്ഷിക്കാൻ തുനിയാതിരുന്നത്, ശ്രമിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറാണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ മദ്യത്തിന് ഡോക്ടറും അത് സംബന്ധിച്ചാണ്, ഈ മദ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവേചന ബുദ്ധി നഷ്ടപ്പെടും, തീരുമാനശേഷി നഷ്ടപ്പെടും. അവർ വിചാരിക്കുന്നത് ഇവൻ മുങ്ങിപ്പൊങ്ങുമ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ അവർ കാണുന്നത് ഇവൻ വെള്ളത്തിൽ കളിക്കുന്നതായിരിക്കും. അവരുടെ മനസ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവരുടെ ബുദ്ധിയിലേക്ക് വരുന്നത് ഇവൻ വെള്ളത്തിൽ കളിക്കുന്നതായിട്ടായിരിക്കും തോന്നുക. അല്ല, ഇവൻ മുങ്ങുകയാണെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സ് തീരുമാനമെടുക്കാൻ താമസിക്കും. തീരുമാനമെടുത്താൽ തന്നെ വെള്ളത്തിലേക്ക് ചാടാൻ മനസ്സ് മടിക്കും. അങ്ങനെ ഈ മദ്യം അവരുടെ തീരുമാനശേഷിയെ, പെട്ടെന്ന് കാര്യങ്ങളെ വിവേചിക്കാനുള്ള കഴിവിനെ, പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള കഴിവിനെ എല്ലാം താറുമാറാക്കി അവർ. അഥവാ അദ്ദേഹം പറഞ്ഞു, ഇവര് ആരെങ്കിലും അയാളെ രക്ഷിക്കാൻ വെള്ളത്തിൽ ചാടിയിരുന്നാൽ തീർച്ചയായിട്ടും ചാടുന്നവനും മരിക്കുമായിരുന്നു. നീന്തറിയാവുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് തീരുമാനമെടുക്കാനുള്ള കഴിവിനെ, ശരിയായ പ്രവർത്തിക്കാനുള്ള പ്രാപ്തിയെ, ഊർജ്ജസ്വലതയോടെ മുമ്പോട്ട് പോകാനുള്ള നമ്മുടെ ബുദ്ധിയുടെ ഇതിനെ എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന്. എന്തെന്ത് തിന്മകളാണ് സമൂഹത്തിൽ നടമാടുന്നത്. ഞങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തരും തങ്ങളെ തന്നെ ഒന്ന് ഉറപ്പിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുകയോ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയോ അത് മുഖാന്തരമുള്ള വ്യാപാരമോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യില്ലെന്ന് ഓരോരുത്തരും സ്വയം തീരുമാനമെടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതെന്നാണ്. രണ്ടാമത്, അങ്ങനെ നമ്മൾ തീരുമാനമെടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്നുണ്ടാകുന്ന ഒരു കോപത്തിൽ, പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭത്തിൽ ചിലപ്പോൾ ചിലത് സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യരെല്ലാം തിന്മ പ്രവർത്തിക്കാൻ ആന്തരികമായി തന്നെ പ്രേരണയുള്ള ആളുകളാണ്. അവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ഉത്സാഹിക്കുന്നത്. ഇതേ സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച ആളുകളാ ഞാനും, എന്നെ പോലെ പല ആളുകളും. ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയവരുണ്ട്, ആത്മഹത്യക്ക് ശ്രമിച്ചവരുണ്ട്. നിരാശ, തെറ്റായ ജീവിത വഴിയിലൂടെ സഞ്ചരിച്ചാൽ ആദ്യമെല്ലാം അത് വളരെ രസമായിരിക്കും. പക്ഷെ കുറച്ചു കഴിയുമ്പം നിരാശ നമ്മളെ ബാധിക്കുകയും പാപചിന്ത ഹൃദയത്തെ കീഴടക്കുകയും മനസാക്ഷിയുടെ സമ്മർദ്ദം ഹേതുവായിട്ട് നിരാശയും അസമാധാനവും ഹൃദയത്തിൽ നിറഞ്ഞ് ജീവിതം അർത്ഥശൂന്യമായി തോന്നിയിട്ട് ആത്മഹത്യയാണ് നല്ലത് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അത് മനുഷ്യരുടെ എല്ലാവരുടെയും തന്നെ ഒരു പ്രത്യേകതയാണ്. ചില ആളുകൾക്ക് 1-2 തെറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറ്റബോധവും നിരാശയും അവരെ വേട്ടയാടും. മറ്റു ചിലർക്ക് ഏറിയ കാലങ്ങൾക്ക് ശേഷമാണ് അതങ്ങനെ സംഭവിക്കുക. പക്ഷേ നിരാശയും കുറ്റബോധവും അവമതിപ്പും ഉണ്ടാകാതെ, ജീവിത നൈരാശ്യം നേരിടാതെ ആരും കടന്നു പോകുകയില്ല. അബദ്ധ സഞ്ചാരം നടത്തുന്നവർ, തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർ, അത് തീർച്ചയാണ്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ധൈര്യം തരുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും നമ്മളെ ബോധിപ്പിക്കുന്നത് എന്താണ്?
യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. എന്താണ് ഇരുളും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്കറിയാം. ഇരുളിൽ നടക്കുന്നവന് താൻ എവിടേക്കാണ് പോകുന്നതെന്നും അടുത്ത ചുവടെവിടെയാണ് വെക്കുന്നതെന്നും അടുത്ത നിമിഷം തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഒന്നും കാണാനില്ലല്ലോ. പക്ഷേ വെളിച്ചത്തിൽ നടക്കുന്നവന് തന്റെ മുമ്പിലുള്ള പാത സ്പഷ്ടമായി കാണാം. എവിടേക്കാണ് പോകുന്നതെന്നും എന്താണ് താൻ ചെയ്യുന്നതെന്നും കൃത്യമായ ബോധ്യമുണ്ട്. യേശു അതാണ് പറഞ്ഞത്, യേശുവിനെ അനുഗമിക്കുന്ന ഒരുവൻ ഈ ലോകത്തിൽ മാത്രമല്ല മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, നിത്യജീവൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകം അതിനെ പ്രതിപാദിക്കുന്നത്. നിത്യജീവനിലും കുറിച്ചും നല്ല അവബോധവും ശരിയായ ലക്ഷ്യബോധവും ശരിയായ കാഴ്ചപ്പാടുമുള്ള ആളുകളായിരിക്കും. കാരണം യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് മരണമുള്ള ഏതൊരു മനുഷ്യനും ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും മരിക്കുമെന്നും മരിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശു തന്റെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും സകല മനുഷ്യർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് കൊണ്ട് ഈ സമയം ഞങ്ങളെ കേൾക്കുന്ന ഏതൊരാളെയും ഞങ്ങൾ രണ്ട് കാര്യമാണ് പ്രബോധിപ്പിക്കുന്നത്. ഒന്ന്, ഈ ഭൂമിയിലെ നമ്മുടെ അനുദിന ജീവിതം വളരെ സന്തോഷകരവും ആനന്ദപൂർണവും സമാധാനപൂർണവും എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞതുമാക്കേണ്ടതിന് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക, ചിന്തകളെ മാറ്റുക, മാനസാന്തരം അല്ലെങ്കിൽ പുതുജനനം എന്നതാണ് വിശുദ്ധ വേദപുസ്തകം ആ വിഷയത്തെ വിവക്ഷിക്കുന്നത്. പുതുജനനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കൽ ഒരു മഹാനായ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് തന്റെ ജീവിതത്തിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ നിത്യജീവൻ അവകാശമാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ യേശു അയാളോട് പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം, അവിടെ യേശുവിന്റെ ചരിത്രം എഴുതിയ യോഹന്നാൻ ആ കാര്യം എഴുതുന്നുണ്ട് 3-ാം അധ്യായത്തിൽ. അദ്ദേഹത്തോട് യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അപ്പൊ അദ്ദേഹം ഒരു സംശയം ചോദിച്ചു, ഞാൻ വൃദ്ധനായ ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാൻ കഴിയുമോ? യേശു പറഞ്ഞു, അങ്ങനെയല്ല, ജനനം ഒരു പ്രാവശ്യമാണ്. പക്ഷെ വീണ്ടും ജനനം എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ നവീകരണമാണ്. യേശുവിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത് പാപം ചെയ്യാനുള്ള പ്രേരണയുടെ മേലുള്ള ജയമാണ്. ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ക്ഷമയും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും പാപം ചെയ്യാനുള്ള പ്രേരണയെ ജയിക്കാനുള്ള പ്രാപ്തിയുമാണ് യേശുവിലൂടെ ലഭിക്കുന്നത്. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം ദുരിതപൂർണവും നിരാശാകരവും. ചില ആളുകളെ കണ്ടിട്ടില്ല, വളരെ സന്തോഷവാന്മാരായിട്ടാണ് അവർ ചുറ്റുപാടുകളിൽ കൂട്ടുകാരുടെ അടുത്ത് സമൂഹത്തിൽ ജീവിക്കുന്നത്. പക്ഷെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോഴേക്കും അവരുടെ മനസ്സാകപ്പാട് നിരാശ നിറഞ്ഞതാകും. കാരണം വീട്ടിൽ കലഹങ്ങളും അസമാധാനവും അശാന്തിയും ഒക്കെയാണ് ഉള്ളത്. നിരാശയാണ്. വീടിനെ കുറിച്ചുള്ള ചിന്ത തന്നെ അവർക്ക് ഭയഹേതുകമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കുവാൻ യേശുവെ അങ്ങന്റെ ജീവിതത്തിലേക്ക് വരികയും അങ്ങനെയുള്ള നിത്യജീവൻ എനിക്ക് നൽകുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന രക്ഷയ്ക്ക് ഉതകും. അത് സഭകളിൽ ചേരുന്നതോ സംഘടനകളുടെ അംഗമാകുന്നതോ ഏതെങ്കിലും മതത്തിലെ അംഗത്വം സ്വീകരിക്കുന്നതോ ഏതെങ്കിലും പ്രാർത്ഥനാലയത്തിൽ കുമ്പിടുന്നതോ പ്രാർത്ഥിക്കുന്നതോ മുട്ടിൽ നടക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞങ്ങൾ വിവക്ഷിക്കുന്നത്. യേശു പറഞ്ഞതുപോലെ യേശുവിനെ അനുഗമിക്കുക, ആശയം കൊണ്ട് ജീവിതം മാറുക, ചിന്താഗതികൾ, മനോഭാവങ്ങൾ, മനസ്സ്, രീതികൾ മാറുക. അതിന് നമ്മുടെ പാപ സ്വഭാവം മാറണം. യേശു അത് മാറ്റും. രണ്ടാമത് മരണത്തിന് ശേഷമുള്ള നിത്യജീവനാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഏറ്റവും സമാധാനപൂർണമായി ജീവിക്കുന്നതിനും ഏറ്റവും മാതൃകാപരമായ അനുദിന ജീവിതം നയിക്കുന്നതിനും യേശുവിനെ അനുഗമിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത് പോലെ മരണാനന്തരം നിത്യസമാധാനത്തിനും നിത്യജീവിതത്തിനും യേശുവിന്റെ സ്നേഹം നമ്മളെ അവിടേക്ക് നടത്തും. അതാണ് ജീവന്റെ വെളിച്ചം. ഈ ദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സാമൂഹിക തിന്മകളിൽ നിന്ന് കൃത്യമായി അകലം പാലിക്കുകയും യാതൊരുവിധ അശുദ്ധിയും തിന്മയും ഇല്ലാത്തവരായി യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് നിഷ്കളങ്കവും നിർമ്മലവുമായ ജീവിതം നയിക്കുന്നവരായി യഥാവിധി ദൈവിക ജീവനിൽ അവകാശികളായി മരണശേഷമുള്ള നിത്യജീവൻ സ്വായത്തമാക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ യേശുവിന്റെ സ്നേഹം കൊണ്ട് ഈ ദേശത്തിന്റെ സമാധാനവും നന്മയും അനുദിനം വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സർവേശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ ഈ സമൂഹത്തിലും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.